ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറയെ സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങോട്ടേക്കാണെന്ന് അല്ലെങ്കിൽ എന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ലെങ്കിലും അതെ, ഇന്ന് നമുക്കൊരു പ്രോഗ്രാമുണ്ട്. ഈ എപ്പിസോഡ് എടുത്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. ഇത് നവരാത്രിയുടെ ആരംഭം, അതായത് ഒന്നാമത്തെ ദിവസത്തെ പ്രോഗ്രാമാണ് കേട്ടോ. ഇവിടുത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. കാര്യം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട്, ഇപ്പോൾ ഏകദേശം ഒരു 2 മാസ കാലയളവായിട്ട് ഞാൻ ശ്രീരാധേയം ഭജൻസിനൊപ്പം ഉണ്ട്. ഇതുവരെ ആയിട്ടും ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാത്ത ഒരിടത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ എത്തുന്നത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റെങ്ങുമല്ല, ചിപ്പി ചേച്ചി പഠിപ്പിക്കുന്ന സ്കൂളിലായിരുന്നു കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം. സ്കൂൾ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നിയ കുറച്ചധികം മൊമെൻറ്റ്സാണ് ഞാൻ ഇതിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്ന വിദ്യാധിരാജ വിദ്യാപീഠം ആൻഡ് സൈനിക് സ്കൂളിലായിരുന്നു, മാവേലിക്കരയായിരുന്നു പ്രോഗ്രാം. സ്കൂളിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഒക്കെ കണ്ടപ്പോഴേ നമ്മുടെ കിളി പാറി. അതിനുശേഷം ഉള്ളിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്കൂളിൽ ഗോശാല ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ പ്രാവ്, തൊട്ടടുത്ത് തന്നെ മുയലിൻ്റെ കൂട്. എവിടെ നോക്കിയാലും പോസിറ്റീവായിട്ടുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മിക്ക സ്കൂളിൽ പോയാലും പാർക്കും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷേ ഇതേപോലെ തന്നെ പക്ഷി മൃഗാദികളും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എവിടെയൊക്കെയാണെന്നുള്ളത്. എന്തായാലും എവിടെ നോക്കിയാലും കുറേ പോസിറ്റീവ് എനർജീസ്, അതേപോലെ തന്നെ ആധ്യാത്മികമായിക്കോട്ടെ, നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നൊരു ക്യാമ്പസിൻ്റെ അന്തരീക്ഷമാണ് എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇത് ചിപ്പി ചേച്ചിയുടെ മോളും പിന്നെ ഞങ്ങളുടെ കൂടെ പാടുന്ന കുട്ടികളുമാണ് കേട്ടോ. പിന്നീട് അവിടെ നിൽക്കുന്ന അച്ഛൻ ചിപ്പി ചേച്ചീനെ അമ്മേനെ നേരത്തെ കാണിച്ചായിരുന്നു. ഇനി വഴിയെ നമുക്ക് പരിചയപ്പെടാം ഓരോരുത്തരെയായിട്ട്. എന്തായാലും ഞങ്ങൾക്ക് വൈകിട്ട് 7 മണി തൊട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതാ മുമ്പിൽ പോകുന്ന ചിപ്പി ചേച്ചിയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ കുറച്ചും കൂടെ അട്രാക്റ്റ് ചെയ്തൊരു പാട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ചുവർച്ചിത്രം. ഈ ചുവർച്ചിത്രത്തിൽ ഓരോന്നും ഈ മാവേലിക്കര ഹരിപ്പാട് ഏരിയയിലുള്ള ഓരോരോ സാംസ്കാരികമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ചധികം ചിത്രങ്ങളാണ് അത് ചിത്രങ്ങളായിട്ട് വരച്ചിരിക്കുന്നു. ഇത് മാവേലിക്കര ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയുടെ ഫോട്ടോയാണ് കേട്ടോ. ഞാൻ അത് കൃത്യമായിട്ട് നോക്കി ഏത് ആനയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചൊന്നുമല്ല, അതിനകത്തൊരു പേരുണ്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത്ര ആയിക്കോട്ടെ എന്ന് വെച്ചു. ആറന്മുള അപ്പൻ്റെ വള്ളം ഉണ്ടായിരുന്നു അവിടെ, മണ്ണാറശാല, ഓച്ചിറക്കാള, പിന്നീട് കാളകെട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ കുറച്ചൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി, പക്ഷെ കുറേയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ ഒരു എടുപ്പുകളെ ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ കടക്കിലെ തിരുവാതിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഇതായിരുന്നു മെയിൻ എൻട്രൻസ്. ഓഫീസിലേക്കുള്ള മെയിൻ എൻട്രൻസ് പറഞ്ഞാൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ. പിന്നീട് ഞങ്ങളെ കൂടുതലായിട്ട് അതിശയിപ്പിച്ചൊരു കാര്യം ഈ ഒരു സരസ്വതിയുടെ ശില്പമാണ്. ഇതിൻ്റെ പിക്ക് ഞാനവിടെ കൊടുക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ ഓഫീസാണ് കേട്ടോ, ഓഫീസിൻ്റെ മെയിൻ ബ്ലോക്കാണ്. ആദ്യം തന്നെ ആ സ്കൂളിലെ പേരും കാര്യങ്ങളും, പിന്നെ അവർ അച്ചീവ് ചെയ്ത കുറേയധികം മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ എൻട്രൻസ് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേർ തന്നെ പറഞ്ഞൊരു കമൻ്റാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയൊരു ഫീലെന്ന്. പക്ഷേ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഓഫീസ് റൂം, പക്ക കേട്ടോ. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞില്ല സരസ്വതിയുടെ ശില്പം, അത് ഒരുപാട് എത്ര ചൈതന്യം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭോജനശാലയിലേക്ക് പോയി. അവിടെ വന്നപ്പോൾ കണ്ട അടുത്തൊരു കാഴ്ചയാണ്, അത് നിങ്ങളെയും കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടിട്ട് പോയോ എന്താണ് ആ കാഴ്ചയെന്ന്. അപ്പോൾ ഈ
ഗീതമൊക്കെ കേട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.